അപ്പം നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ വൈൻ ബീട്രൂട്ട് ഗ്രേപ്സ് വൈൻ നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ? 3 ദിവസത്തെ വൈനാണ്, ക്വിക്ക് വൈൻ. ഇത് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കാൻ ഞങ്ങൾ ഭയങ്കര വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഇത് ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവാം കേട്ടോ. എന്താ എക്സ്പ്രഷൻ നോക്കാതെ. എങ്ങനെയുണ്ട്? അപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് അടുത്ത വേറൊരു പരിപാടിയുണ്ട്, ഇൻസ്റ്റൻറ്റ് വൈന്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പൈനാപ്പിൾ വെച്ചിട്ട് 3 ദിവസം കൊണ്ടൊരു വൈൻ ഉണ്ടാക്കിയായിരുന്നു. ആ സെയിം മെത്തേഡിൽ നമുക്ക് ഇപ്രാവശ്യം ബീട്രൂട്ടും മുന്തിരിയും വെച്ചിട്ട് വൈൻ ഉണ്ടാക്കാൻ നിർത്തും. അത് നല്ലതായിരുന്നു. 3 ദിവസം കഴിയുമ്പോൾ അത്യാവശ്യം വീര്യമുണ്ട്, പിന്നെ കുറച്ച് ദിവസം കൂടി ഇരിക്കുമ്പോൾ നല്ല വീര്യം കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ 3 ദിവസം കൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കി വെക്കണം, ക്രിസ്മസ് ആകുമ്പോൾ നല്ല ഇതിൽ കിട്ടും. അപ്പോൾ നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 1/2 കിലോ കറുത്ത മുന്തിരി, 1/2 കിലോ ബീട്രൂട്ട്. ഈ ബീട്രൂട്ട് ഇവിടെ നമുക്ക് കുക്ക്ഡാണ് കൂടുതലും ഈസിലി അവൈലബിൾ. അപ്പോൾ ഞാൻ എന്താണേലും നമ്മൾ ഇത് കുക്ക് ചെയ്തിട്ടാണ് വൈൻ എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുക്ക്ഡ് ബീട്രൂട്ട് തന്നെ വാങ്ങി കേട്ടോ. അത് 1/2 കിലോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ്. ഇത് ഗ്രാമ്പൂ, കറുവപ്പട്ട, ശകലം ജാതിപത്രി. ഇത് 1 കിലോയുടെ അടുത്തുണ്ട് ഷുഗർ. പിന്നെ ഇത് ഈസ്റ്റ് നമുക്ക് 1 സ്പൂൺ മതി, അത് ലാസ്റ്റാണ് ഇടുന്നത്. ഇപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ഇതിനെ നമുക്ക് 1.5 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടെ 1.5 ലിറ്റർ വെള്ളത്തിൽ വേവിക്കണം. വേവിച്ചിട്ടാണ് നമ്മൾ അന്നേരപ്പോഴാണ് നമുക്ക് ഈസ്റ്റ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഉണങ്ങണമെന്ന് നിർബന്ധമില്ല, കാരണം നമ്മൾ തിളപ്പിക്കാൻ പോവാണല്ലോ. അപ്പോൾ പാത്രമെല്ലാം ഉണങ്ങിയതാണേ, അതായത് ഒഴിക്കാനുള്ള ജാറൊക്കെ അതൊക്കെ ഉണക്കി റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ എളുപ്പത്തിന് വേവിക്കാൻ പോവാം. ഇത് വെന്തതാണ്, ജസ്റ്റ് എന്നാൽ ഇതിൻ്റെ കൂടെ ഒന്ന് ഇടുമോ, ഒന്ന് യോജിച്ച് വന്നോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇതിനകത്ത് 1.5 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു 1.5 ലിറ്റർ വെള്ളം ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുക, കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി. പിന്നെ കുക്ക് ചെയ്ത് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട്, പിന്നെ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന അത്ര സ്പൈസസ്, എന്നിട്ട് നമ്മുടെ ഷുഗർ. എന്നിട്ട് നമുക്കിത് ഓൺ ചെയ്ത് വെച്ച് തിളപ്പിക്കാം. കുക്കറിൻ്റെ അടപ്പ് വയ്ക്കണമെങ്കിൽ വയ്ക്കാം, അല്ലാതെ ചെയ്യണം അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് കുക്കറിൻ്റെ അടപ്പ് വയ്ക്കാതെ അല്ലാതെ വെച്ച് തിളപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ അത് മിക്സ് ചെയ്ത് ചേർത്ത് ഇത് ഓൺ ചെയ്ത് കേട്ടോ. ഇനി ഇത് ഞാൻ അടപ്പ് വയ്ക്കുന്നില്ല, അല്ലാതെ അതായത് കുക്കറിൻ്റെ അടപ്പ് വയ്ക്കാതെ സാധാരണ അടപ്പ് വെച്ച് ജസ്റ്റ് ഇത് ബോയിൽ ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി അടുത്ത സ്റ്റെപ്പ്. അപ്പം നമ്മുടെ ഇത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരമായി തിളയ്ക്കുന്നൊരു 5-10 മിനിറ്റ് നല്ലപോലെ തിളച്ചു. ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഓഫ് ചെയ്തിന് വെക്കാൻ പോവാം. ഇനി ചൂടാറിയിട്ട് വേണം നമുക്ക് ഒഴിച്ച് വെക്കാനേ ജാറിൽ. അപ്പം നമ്മുടെ തിളച്ച ആ മിക്സ്ചർ ഞാനൊരു പാത്രത്തിലോട്ട് എളുപ്പം ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിരുന്നു. ഏകദേശം ചൂടാറിയിട്ടൊരു ലൈറ്റായിട്ടൊരു ചൂടേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇത് ജാറിലോട്ട് പകർത്താം. ഇത് കഴുകി ഉണക്കി വെച്ചേക്കുന്ന ജാറാണ്. ഇത് ഏകദേശം 2 ലിറ്റർ കൊള്ളും. ഇത് മുഴുവൻ ഇതിനകത്ത് കൊള്ളുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഇല്ലെങ്കിൽ ഞങ്ങളുടെ വേറൊരു ജാർ കൂടെ ഉണ്ട്, നമുക്ക് അതിലോട്ട് കൂടെ ബാക്കി മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതേ ഞാൻ ഇതിനോട്ട് കുറേശ്ശെ കോരി ഇടുവാണ് കേട്ടോ, കോരി നിറയ്ക്കുവാണേ. മുക്കാൽ വെച്ചാൽ മതി കേട്ടോ, മുക്കാൽ നിറഞ്ഞാൽ മതിയേ. ചിലപ്പോൾ ഇതിങ്ങനെ തിളച്ച് ചാടി വരും. അപ്പോൾ ഞാൻ കുറച്ചിനകത്ത് വെച്ചിട്ടുണ്ട്, അത് വേറെ ഗ്ലാസ് ബോട്ടിലിടാം. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ട ഈസ്റ്റ് ഇവിടെ നിന്ന് ഞാൻ 1 ടീസ്പൂൺ ഇടുന്നുണ്ടേ. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഗോതമ്പിടാം, പക്ഷെ ഞാനിപ്പോൾ ഇടുന്നില്ല. അപ്പോൾ ഇതുകൂടി ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ. അപ്പം നമ്മുടെ ഗ്ലാസ് ജാറിൽ വെച്ചു, അത് നമ്മൾ അടച്ചു വെച്ചു. ബാക്കി മിച്ചമുള്ളത് വേറെ ഗ്ലാസ് കണ്ടെയ്നറിലും എടുത്ത് അത് നല്ല ടൈറ്റായിട്ട് അടച്ചു. ഇനി നമുക്ക് നാളെ സമയമാകുമ്പോൾ എടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ 3 ദിവസം, 3ാമത്തെ ദിവസം ആകുമ്പോൾ ഇത് റെഡിയാകും കേട്ടോ. അപ്പോൾ നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മൾ ഇപ്രാവശ്യം ക്രിസ്മസിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഗ്രേപ്സും ബീട്രൂട്ടും കൂടെ ഉള്ള വൈനാണ്. ബീട്രൂട്ടും ഗ്രേപ്സും സെപ്പറേറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അപ്പം നമ്മളിത് 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് അതേ സെയിം ടൈമിൽ ഇളക്കി വെച്ചിരുന്നു. അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്യുവാണ് കേട്ടോ. 3 ദിവസം കഴിഞ്ഞേ.
അപ്പം 3 ദിവസം ഞാൻ എന്നും ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം വലിയ പീസൊക്കെ എടുത്ത് മാറ്റിയിട്ട് സ്ട്രെയിൻ ചെയ്യാം എളുപ്പത്തിന്. അപ്പോൾ നമ്മളിത് സ്ട്രെയിൻ ചെയ്തു ഒരു ബോട്ടിൽ കേട്ടോ. ഓൾമോസ്റ്റ് സ്ട്രെയിൻ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വേറൊരു ബോട്ടിലോട്ട് ഒന്നുകൂടെ സ്ട്രെയിൻ ചെയ്യണം. അതായത് നമ്മൾ രണ്ടാമത്തെ അതുകൂടെ ഇത് ചെയ്ത് മിക്സ് ചെയ്ത് അതും കൂടെ നമുക്ക് ഒന്നിച്ച് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കാം കേട്ടോ. നല്ല ഒരു വൈനിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്, ഫെർമെൻ്റ് ആയിട്ടുള്ള. അപ്പം നമ്മുടെ വൈനും അതിനകത്തുണ്ടായിരുന്ന മുന്തിരിയും ബീട്രൂട്ടും സ്പൈസസും ഒക്കെ കണ്ടോ. മുന്തിരിയൊക്കെ നല്ലപോലെ അലുത്ത് പോയിട്ടുണ്ട്. ബീട്രൂട്ട് വലിയ പീസായിട്ട് ഇട്ടുകൊണ്ട് അങ്ങനെ കളറൊക്കെ മാറി നന്നായിട്ട്. പക്ഷെ അരിച്ചു വെച്ച വൈനാണ്, പക്ഷേ അതിനകത്ത് കുറച്ച് ചെറിയ പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഒന്നുകൂടെ അരിക്കുവാണ്. ഈ സെയിം ജാറ് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ടാകാം ഭാഗം. അതിനകത്തോട്ട് ഞാൻ വീണ്ടും സ്ട്രെയിൻ ചെയ്യുവാണ് ഉള്ള എളുപ്പത്തിന്. അത് കഴിഞ്ഞ് നമുക്ക് കുപ്പിയിലോട്ട് മാറ്റാം. അപ്പം നമുക്ക് അരിച്ചു തുടങ്ങുവാണ്. ഇപ്പം 3 ദിവസം ആയല്ലോ. ഇനി സാധാരണ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കി 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വീര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് ദിവസം കൂടി ഇരുന്നപ്പോൾ നല്ല വീര്യമായി. ഏകദേശം അത് ഒരു 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ മറന്നുപോയായിരുന്നു. അത് വെറുതെ തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര നല്ല ഗ്യാസൊക്കെ ആയിട്ട് നല്ല സ്ട്രോങ് വൈനായി മാറിയായിരുന്നേ. 3 ദിവസം കഴിയുമ്പോൾ ഒരു അത്യാവശ്യം വീര്യം കിട്ടും. പക്ഷേ അതിനേക്കാളും ഒത്തിരി നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് കുറച്ച് നാളോട് കഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ക്രിസ്മസിന് ഇനിയിപ്പം ഒരാഴ്ചയും കൂടി ഉണ്ടല്ലോ. ഈ ഒരാഴ്ചയും കൂടി ഇരിക്കുമ്പോൾ ഇത് നന്നായിട്ട് വരും കേട്ടോ, നല്ല സ്ട്രോങ് ആവും. അപ്പോൾ ഇത് നമ്മൾ ഇതെടുത്തിട്ട് ഇനി ഞാൻ ഒന്ന് ജസ്റ്റ് അരിച്ചെടുത്ത് കഴിയുമ്പോൾ സെഡിമെൻറ്റ് കുറച്ച് ഒരു ഇതൊക്കെ കാണും കേട്ടോ. അടിയിൽ കുറച്ചിങ്ങനെ തങ്ങി വരുമ്പം അത് കുപ്പിയിലോട്ട് മാറ്റാം. അപ്പം അതിന് മുമ്പ് നമുക്കൊന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഈ സ്മെല്ലൊക്കെ അടിച്ചിട്ട് കുറച്ച് നേരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാനൊരു ആകാംക്ഷയുണ്ട്. അത്യാവശ്യം നല്ല കളറും ഉണ്ട്. ആ മുന്തിരിയുടെയും ബീട്രൂട്ടിൻ്റെയും കൂടി. ഇവിടുത്തെ മുന്തിരിക്ക് വലിയ കളർ ഉണ്ടായിരുന്നില്ല, ബ്ലാക്ക് ഗ്രേപ്സ് ആയിരുന്നു, അതിന് വലിയ കളറിലായിരുന്നു. പക്ഷേ പ്രതീക്ഷയിലും കളർ കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് വന്നപ്പം അങ്ങനെ അരിച്ച് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വൈനൊക്കെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കി, ഇതത്ര ക്ലിയർ അല്ല കേട്ടോ. ഇത് കുറച്ച് നേരം കൂടെ ഇരുന്ന് കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരും. അപ്പം അടിയിൽ കുറച്ച് നമുക്ക് പിന്നെയും ഇങ്ങനെ അടിയിൽ തങ്ങും. അപ്പോൾ നമുക്ക് അന്നേരം വീണ്ടും ഒരു ബോട്ടിലോട്ട് അരിച്ചഴിക്കാം. പക്ഷെ അതിന് മുമ്പ് ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി. അപ്പം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് ഫുള്ള് ക്ലിയർ ആകുന്നതിന് മുമ്പ് ഒന്ന് നോക്കാൻ പോവാം കേട്ടോ. അപ്പം നമ്മുടെ ഈ വർഷത്തെ ഹോം മെയ്ഡ് കേക്കും ക്രിസ്മസിനുണ്ടാക്കിയ സ്പെഷ്യൽ ബീട്രൂട്ട് ഗ്രേപ്സ് വൈനും ഉണ്ട്. അപ്പം നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ ഒരാളെ കൊടുക്കാം. ഇവൾ കഴിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാം. എനിക്ക് നാട്ടിലത്തെ പണ്ട് നമ്മൾ കുഞ്ഞിലെ കുടിച്ച വൈൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ട്. ഇനി കേക്കുമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. രണ്ടും നന്നായിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. 3 ദിവസം കൊണ്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ ഒരാഴ്ച കൂടി ഇരിക്കുമ്പോൾ സൂപ്പറായിരിക്കും. ഒരു ഗ്രേപ്സിൻ്റെ അല്ല, എന്തോ ഒരു ഇച്ചിരി ആ ബീട്രൂട്ടിൻ്റെ ആണെന്ന് എന്തൊരു വ്യത്യാസമായിട്ടൊരു ഫ്ലേവറും കിട്ടുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി ഇരിക്കുമ്പോൾ ഇത് അടിപൊളിയായിരിക്കും. ഞാൻ കേക്കിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിച്ച് നോക്കട്ടെ. അപ്പം നമ്മൾ കുടിക്കുന്നതുകൊണ്ട് അവള് ഭയങ്കര കൊതിയോടെ നിൽപ്പുണ്ട്. പക്ഷെ വൈനല്ലേ, കൊടുക്കാൻ പേടിയായിട്ട് സ്പൂണിൽ ശാലം കൊടുത്തു നോക്കാം. ഹോം മെയ്ഡ് അല്ലേ, നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. എന്താ എക്സ്പ്രഷൻ നോക്കാവേ. എങ്ങനെയുണ്ട്? അപ്പോൾ ചിയേഴ്സ്. പ്രാവശ്യത്തെ ഹോം മെയ്ഡ് കേക്കും ഹോം മെയ്ഡ് വൈനും. അപ്പം നമുക്ക് ഈ വൈൻ ഇനി നമുക്ക് ക്രിസ്മസിന് എടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് തെളിഞ്ഞൊക്കെ വരും. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ സമയമുണ്ട്. 3 ദിവസം മതി. ക്രിസ്മസിന് 3 ദിവസം മുമ്പാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ക്രിസ്മസിന് ഹോം മെയ്ഡ് വൈൻ കുടിക്കാം. ആൽക്കഹോള് നമ്മുടെ ഈ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഡ്രിങ്ക് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. അപ്പം ഹാപ്പി ക്രിസ്മസ്.
അപ്പത്തേണ്ടേ കുറച്ച് വൈൻ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ കുറച്ച് വൈനും നമ്മുടെ ക്രിസ്മസിന് വേണ്ടി ഉണ്ടാക്കിയ ക്രിസ്മസ് കേക്കും പ്ലം കേക്കും നമ്മൾ ട്രൈ ചെയ്യാൻ പോണേ. ഇതൊരു നല്ല മധുരമുണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്ലേവറുണ്ട്, നല്ല ഫ്ലേവർ നല്ലതായിട്ട് ഇങ്ങനെ കയറി നിൽപ്പുണ്ട്. കേക്ക് കൂടെ ഒന്ന് കഴിച്ചു നോക്കാം കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഒരു 3 ദിവസത്തെ കാര്യമുള്ളൂ. വളരെ വളരെ നിസ്സാര സമയം ഞങ്ങൾക്ക് എടുത്തുള്ളൂ. ഈ സാധനം വാഷ് ചെയ്യുക, കുക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ അതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ചെയ്യുക. പെട്ടെന്ന് പടപടയെന്ന് 3 ദിവസം കൊണ്ട് ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ചിയേഴ്സ്.